ഇന്നലെ കണ്ടന്റ് എന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കണമായിരുന്നു എൻ്റെ +2 കഴിഞ്ഞ ഒരു കാലഘട്ടം. ഷോർട്ട് ഫിലിം എടുക്കുക എന്നുള്ള പരിപാടി അല്ലെങ്കിൽ സിനിമ എന്നുള്ളൊരു പരിപാടി നമുക്ക് അത്രയും തലയ്ക്ക് പിടിച്ചിരിക്കുന്ന സമയമാണ്. അപ്പം അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു ഓഡീഷൻ വയ്ക്കുന്നത്. സെൻട്രോമാളിലായിരുന്നു കേട്ടോ ഓഡീഷൻ. ഒട്ടും പ്രതീക്ഷിക്കാതെ എത്രയോ ആൾക്കാരാണ് അന്ന് വന്നതെന്നറിയോ. അത്രയും പേര് സിനിമേനെ സ്വപ്നം കണ്ട് നിൽക്കുക, അവർക്ക് നമ്മളൊരു വേദിയാവുക, അവർ ഉയർത്തിക്കൊണ്ടുവരാനുള്ളൊരു പരിപാടി. നമുക്കത് അത്രയും സ്പെഷ്യലായിരുന്നു. ആദ്യം ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അത് കഴിഞ്ഞ പിന്നെയാണ് ഓഡിഷനും പരിപാടികളൊക്കെ നടത്തിയത് കേട്ടോ. നമുക്ക് പിന്നെ അത്രയും കാശലവില്ലായിരുന്നു. ക്യാമറയിലും ബാക്കി കാര്യങ്ങളും തന്ന് സഹായിച്ച എൻ്റെ കോളേജിലെ ടീച്ചർമാർ, HOD, എല്ലാവർക്കും എൻ്റെ നന്ദി. അന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു ക്യാമറ റെൻ്റ് എടുക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ പോകാമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്ന് അത്രയും ഫണ്ടിങ്ങോ പരിപാടികളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഇതുപോലെ ഓരോരുത്തർ സഹായിക്കാനായിട്ടുണ്ടായിരുന്നുകൊണ്ടാണ് നമ്മൾ പിന്നെ അന്ന് ഓരോന്ന് ചെയ്തതും. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നാട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാർ കൂണ് മുളച്ച് വരുന്ന പോലെ ഒരുപാട് ഷോർട്ട് ഫിലിം മേക്കേഴ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു പോകുന്നിരുന്ന 1-2 പേരിൽ ഇപ്പോൾ ഒരാളെ നാട്ടിൽ കറക്റ്റായിട്ട് അത് ചെയ്തു പോരുന്നുള്ളൂ. നമ്മളവിടെ ചെറിയൊരു മീറ്റിംഗ് പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഒരു പ്രൊജക്റ്റ് ഓണായി. അങ്ങനെ ആ ഒരു പ്രൊജക്റ്റിന് നായകനെ കണ്ടുപിടിക്കാനായിട്ട് ഞാനും രാമനും കൂടെ തൃശ്ശൂർക്ക് പോയി. തൃശ്ശൂർ ഒരു മാളിൽ വെച്ചിട്ടായിരുന്നു മീറ്റിംഗ്. ഓഡീഷൻ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് പോന്നു. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ ഒരുപാട് കഥ എഴുത്തുകാരുണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ, ഒരുപാട് ഡയറക്ടർമാരുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രീസിലായാലും ഇഷ്ടംപോലെ സിറ്റിംഗ് നമ്മൾ നടത്തിയിട്ടുണ്ട്. ഓരോരുത്തരും പല 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 ചിന്തകളിലും ഓരോ ആഗ്രഹങ്ങളൊക്കെ കൊണ്ടാണ് നമ്മുടെ അടുത്തേക്ക് വരിക. പലതും നമുക്ക് കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. കാര്യം നമ്മളന്ന് കുഞ്ഞാണ്, ഇത്രയും നമുക്ക് പക്വതയില്ല, ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഐഡിയ ഇല്ല. പക്ഷെ അന്ന് നമ്മളെ വിശ്വസിച്ച്, നമ്മുടെ വാക്കിനെ, നമ്മുടെ നാക്കിനെ വിശ്വസിച്ച് കൂടെ നിന്നിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ അന്ന് തന്നെ വിശ്വസിച്ചതിൻ്റെ പുറത്താണ് ഞാൻ ഇന്നിപ്പോൾ ഈ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് പോലും. ആ വന്നതിൽ ഭൂരിഭാഗം ആൾക്കാർ ഫീൽഡിലോട്ട് ആദ്യമായിട്ട് കാലെടുത്ത് വെച്ചതും അതുപോലെ തന്നെ അവർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായത് നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണെന്നാണ് എനിക്ക് പറയാവുന്നതിൽ എനിക്ക് ഏറ്റവും പ്രൗഡായിട്ടുള്ള മൊമെന്റ്. പക്ഷെ അവരൊക്കെ ആയിട്ട് ഇന്നും കോണ്ടാക്ട് ഉണ്ടോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള തിരക്കുകളിൽ അവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. ഞാനാണെങ്കിൽ നാട്ടിലില്ല. അന്ന് കൂടെ ഉണ്ടായിരുന്നവരിൽ പലരും നാട്ടിലില്ല. പക്ഷെ ഇന്ന് കോണ്ടാക്റ്റിലിരിക്കുന്ന അന്ന് ലൈറ്റ് പിടിക്കാൻ വന്ന പയ്യന്മാര് പോലും നമ്മളോട് അത്രയും സ്നേഹത്തോട് പെരുമാറുന്ന ആൾക്കാരുണ്ട്. അവര് പലരുടെയും ഇന്നത്തെ ഒരു പൊസിഷൻ കാണുമ്പോൾ എനിക്ക് അത്രയും പ്രൗഡാണ്. നമുക്കോ പറ്റില്ല, നമ്മുടെ കൂടെ ഉള്ളവരെങ്കിലും ഇന്ന് ആ ഒരു ഫീൽഡിൽ സെറ്റപ്പ് ആയിട്ട് പോകുന്നത് കാണുമ്പോൾ നമുക്ക് അത്രയും ഒരു സന്തോഷമാണ്. അന്ന് നിങ്ങൾ വിചാരിക്കായിരുന്നു ഇവനെ ഏതാണ് ഈ ചെക്കൻ, പീക്കിരി ചെക്കന് ഒരു ഐഡിയയിൽ ഒരു മണ്ണാങ്കട്ടിലാണ്ട് എടുത്ത് വന്നേക്കണം, ഇവനെ വിശ്വസിക്കേണ്ട കാര്യം ഉണ്ടോന്ന് നിങ്ങൾ അന്ന് ഒരു ഘട്ടം ചിന്തിച്ചിരുന്നുണ്ടെങ്കിൽ ഇന്നിവിടെ ഇരിക്കണ എല്ലാത്തിലും ഉണ്ടാവില്ലായിരുന്നു. എൻ്റെ ഒപ്പം നിന്നിരുന്ന ഓരോരുത്തരുടെ കമന്റുകൾ ഞാൻ എൻ്റെ ഈ കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഫോളോ ചെയ്തോളൂ കേട്ടോ.